സ്റ്റേജുകളിൽ മൈക്കെടുത്ത് ഫാസിസത്തിനെതിരെയും ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ ഗീർവാണം മുഴക്കുന്ന തളപതി വിജയെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിലെ ആ ഇമേജ് കണ്ട് കൈയടിക്കുന്നവരോട് ഒരു ചോദ്യം: വെള്ളിത്തിരയിൽ നന്മമരം കളിക്കുന്ന വിജയ് യഥാർത്ഥ ജീവിതത്തിൽ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും വരെ പണം കൊടുക്കുന്നത് കടമായിട്ടാണ് എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സിനിമയിലെ കഥാപാത്രങ്ങളും യഥാർത്ഥ വിജയും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന അന്ധരായ ആരാധകരെ മുതലെടുക്കാൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു മെഗലോമാനിയാക്കിന്റെ അധികാരാസക്തിയുള്ള ഒരു മനുഷ്യന്റെ തനി നിറമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 23 തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി നടക്കാൻ പോകുന്ന 234 സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് നടന്റെ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വരുന്നത്. വിജയുടെ പാർട്ടി തമിഴക വെട്രി കഴകം ട്രിച്ചി ഈസ്റ്റ്, പേരമ്പൂർ മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സത്യവാങ്മൂലം പ്രകാരം 404.58 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി. ഇതിൽ ബാങ്ക് ബാലൻസ് മാത്രം 320 കോടി രൂപ വരും. 7.45 കോടി രൂപയുടെ വാഹന ശേഖരമുണ്ട്. 3 കോടിയുടെ ലെക്സസും BMW-വും വെൽഫെയറും ഒക്കെ ഗാരേജിൽ ഇടുമ്പോഴും താൻ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ 67,000 രൂപയുടെ ഒരു TVS മോപ്പഡും അദ്ദേഹം കണക്കിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലുമൊക്കെ വിചിത്രമായ കാര്യം ഇതൊന്നും തന്നെയല്ല. വ്യക്തികൾക്കും കമ്പനികൾക്കുമായി 76 കോടി രൂപയാണ് വിജയ് വായ്പയായി നൽകിയിരിക്കുന്നത്. അതിൽ സ്വന്തം പിതാവ് SA ചന്ദ്രശേഖറിന് 3 കോടി 2 ലക്ഷം രൂപ, മാതാവ് ശോഭയ്ക്ക് 87 ലക്ഷം, ഭാര്യ സംഗീതയ്ക്ക് 12 കോടി 60 ലക്ഷം, സ്വന്തം മക്കൾക്ക് ചില ലക്ഷങ്ങൾ. അതെ, കേട്ടത് സത്യമാണ്. സ്വന്തം കുടുംബത്തിന് ജീവിക്കാൻ പണം കൊടുത്തത് പോലും കൃത്യമായി കണക്കെഴുതി കടമായിട്ടാണ് ഈ മഹാൻ നൽകിയിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് 250 കോടിയോളം പ്രതിഫലം വാങ്ങുന്ന 600 കോടിയോളം ആകെ മൂല്യമുള്ള ഒരാൾ എന്തിനാണ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല. തന്നിലെ അധികാരാസക്തിയെ അഥവാ മെഗലോമാനിയാക്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അതിനുവേണ്ടി തന്നെയാണ്. ഇതിനു വേണ്ടി ഇത് വലിയൊരു വേദി ഇല്ല എന്ന് തന്നെ പറയാം. താൻ സിനിമയിൽ ചെയ്യുന്ന രക്ഷകന്റെ വേഷം കണ്ട് കൈയടിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത കുറെ ആരാധകരെ വഞ്ചിക്കാൻ ഇതിലും നല്ലൊരു ഇടമില്ല. സിനിമയേക്കാൾ മികച്ച രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജാണ് വിജയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് രാഷ്ട്രീയം. പുറത്ത് ഗംഭീര ഇമേജ് ഉണ്ടാക്കിയെടുത്ത വിജയുടെ യഥാർത്ഥ മുഖം ഏറ്റവും നന്നായി അറിയാവുന്നത് സ്വന്തം കുടുംബത്തിനാണ്. കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛന്റെ നിഴലിൽ വളർന്ന മകൻ ജെയ്സൺ സ്വന്തം പേരിനൊപ്പമുള്ള അച്ഛന്റെ പേര് മാറ്റി അമ്മയുടെ പേര് ചേർത്തത് ഈ അടുത്ത കാലത്താണ്. സ്വന്തം മക്കൾക്ക് പോലും അദ്ദേഹത്തെ എത്രത്തോളം വെറുപ്പാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഭാര്യ സംഗീത സ്വർണ്ണലിംഗം വിവാഹമോചനം ആവശ്യപ്പെട്ട് ചെന്നൈ കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞു. ഏപ്രിൽ 20 ഇതിന്റെ വാദം. നടി തൃശയുമായിട്ടുള്ള വിജയുടെ അവിഹിത ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് ആരോപണമുണ്ട്. വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ മക്കൾ രണ്ടുപേരും ഇപ്പോൾ അമ്മയോടൊപ്പമാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന ഈ നടൻ യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഫാസിസ്റ്റും കൺട്രോൾ ഫ്രീക്കുമാണ് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ലോകത്തിന് കാണിച്ച് തരികയാണ്. തമിഴ്നാട് രാഷ്ട്രീയം എന്നത് സിനിമയിലെ കൃത്രിമമായിട്ടുള്ള സെറ്റല്ല. ഒരു സംവിധായകനും അവിടെ വന്ന് കട്ട് പറയാനില്ല, റീടേക്ക് ഇല്ല. PR വർക്കിലൂടെ കെട്ടിയുണ്ടാക്കിയ ഈ ഇമേജുകൾക്ക് അവിടെ വലിയ ആയുസ് ഉണ്ടാകില്ല. കാർഡ്ബോർഡ് കോട്ടകൾ പോലെ ആ ഇമേജ് ഓരോ ദിവസവും തകർന്നു വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയവും കോടികളുടെ ബാങ്ക് ബാലൻസും അല്ലാതെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ വിജയുടെ പക്കൽ സത്യസന്ധമായിട്ടുള്ള ഒന്നുമില്ല. വെള്ളിത്തിരയിലെ നായകൻ യഥാർത്ഥ ജീവിതത്തിൽ വെറും വട്ടപൂജ്യമാണെന്ന് ആ മുഖംമൂടി വരും ദിവസങ്ങളിൽ പൂർണ്ണമായി അഴിഞ്ഞു വീഴുമ്പോൾ തമിഴ് ജനതയ്ക്ക് തന്നെ അത് മനസ്സിലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നെക്സ്റ്റ് മലയാളം.